എങ്കക്കാട് ശ്രീ വീരാണിമംഗലം ക്ഷേത്രത്തിലെ തുലാമാസ പൂജയുടെയും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെയും വിളംബര പത്രികാ പ്രകാശനം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നു. ഓട്ടുപാറയിലെ ജനൌഷധി മെഡിക്കൽ ഷോപ്പ് ഉടമ ശ്രീലേഖ മേനോൻ സി, ടാക്സ് പ്രാക്ടീഷണർ വി അനിരുദ്ധന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ഭക്തരുടെ പങ്കാളിത്തം കൊണ്ട് ധന്യമാണ് വീരാണിമംഗലം ക്ഷേത്രമെന്ന് വി അനിരുദ്ധൻ അഭിപ്രായപ്പെട്ടു. വീരാണിമംഗലം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സപ്താഹപാരായണം തിരുവോണവൂട്ട് ഇതിനോടനുബന്ധിച്ചുള്ള ബ്രോഷർ പ്രകാശനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഏത് കാര്യങ്ങൾ ഭഗവാന്റെ സന്നിധിയിൽ നടത്തിയാലും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങൾ എല്ലാം വളരെ ഭംഗിയായി നടക്കുന്നതായി മുൻകാല ചരിത്രങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ചെറിയ കാര്യങ്ങളായി തുടങ്ങുന്നത് വലിയ കാര്യങ്ങളായി അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം ഇതിനുണ്ടാകുന്നുമുണ്ട്. ഇത് ഭക്തജനങ്ങളുടെ കൂട്ടായ്മയാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്ന ആൾക്കൂട്ടം. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വീരാണിമംഗലം ക്ഷേത്രത്തിൽ എത്തിയതെന്നും വീണ്ടും ഭഗവാന്റെ മുന്നിലെത്തിക്കാൻ കഴിഞ്ഞത് നിമിത്തമായി കാണുന്നുവെന്നും ശ്രീലേഖ മേനോൻ പറഞ്ഞു. ഇതിനു മീതൊന്നും എനിക്ക് പറയാനൊന്നും അറിയില്ല. പക്ഷേ ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ അമ്പലത്തിൽ വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഇത് കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷെ ഞാൻ തിരിച്ചു ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് മനസ്സിന് സത്യം പറഞ്ഞ ഒരു വിഷമമായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പുറത്ത് തിരിച്ചു തന്നെ ഭഗവാൻ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ അന്ന് ഇവിടുന്ന് വിചാരിച്ചു ഇനി ഞാൻ ഇവിടെ വരില്ല, എനിക്ക് വിഷമമാണ് പുറത്ത് കടന്നപ്പോൾ ഉണ്ടായതെന്ന്. പക്ഷേ തിരിച്ച് ഭഗവാൻ എന്നെ അവിടെ എത്തിച്ചത് ഇതിന് ഞാൻ അർഹയാണോ എന്ന് എനിക്ക് പോലും അറിയില്ല. അത് ആരുടെയും കഴിവല്ല, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാന്റെ ശക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ഭഗവാൻ ഇത്രയും സന്തോഷത്തോടെയും ഇതിന് മീതെ എനിക്കൊന്നും സന്തോഷം കിട്ടാനില്ല. അതും ഇവിടെ തന്നെ ഇത്രയും സന്തോഷത്തോടെ ഇവിടെ വന്ന് ഇത് ചെയ്യാൻ എനിക്ക് ഭാഗ്യം തന്ന എൻ്റെ ഭഗവാനോട് എന്നും 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 ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ ക്ഷേത്രത്തിൽ നടക്കുന്ന മണ്ഡലകാല പൂജയുടെ പ്രകടന പത്രിക മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ബാബു പൂക്കുന്നത്തിന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു. തുലാമാസ തിരുവോണ പൂജ്യം ഭാഗവത സപ്തയജ്ഞാനം ഒക്കെ നടക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങൾക്കൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ കമ്മിറ്റിക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാർ വിചാരിച്ചാൽ നടത്താൻ അനിരുദ്ധൻ സാറ് പറഞ്ഞ മാതിരി ഓരോ സ്ഥലത്തും അതാത് കമ്മിറ്റിക്കാർ വിചാരിച്ചാലാണ് ഇങ്ങനെ ഭക്തജനങ്ങൾക്ക് വരാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുമ്പോഴാണ് ഒരു അമ്പലത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നതാണ്. കാരണം എത്രത്തോളം ആൾക്കാർ വരുന്നു അവിടെയാണ് ആ ചൈതന്യം. അപ്പോൾ അതിന് ഇവിടുത്തെ കമ്മിറ്റി വളരെയധികം ഉത്സാഹിക്കുന്നുണ്ട്. വരുന്ന ആൾക്കാർക്കുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ ഈ പറഞ്ഞ മാതിരി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ, തൊഴാനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയ എല്ലാം. അപ്പോൾ ഞാൻ കമ്മിറ്റീനെ പ്രത്യേകം അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ രാഗമലക്കാരനായാലും ആദ്യമായിട്ടാണ് ഇവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എല്ലാ പരിപാടിക്കും വരാറുണ്ട്. ഇങ്ങനൊരു നോട്ടീസ് ഉദ്ഘാടനത്തിന് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇന്നലെ മകനേട്ടൻ വിളിച്ചു പറഞ്ഞു, അപ്പോൾ തത്തകത്തുള്ള അമ്പലത്തിലും കൂടി പോവാണ്ട് ആദ്യമായിട്ട് ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്ന് നല്ല രീതിയിൽ നടക്കട്ടെ. ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് ടി ഹൈമവതി ഇന്നത്തെ ഈ പരിപാടിയിൽ സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവത് നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മേലിലും എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് ഇത് വലിയൊരു വിജയമാക്കി തീർക്കുവാൻ എല്ലാവരുടെയും സഹകരണം വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സെക്രട്ടറി NR മോഹനൻ നമ്പീശൻ. ഒക്ടോബർ 21 മുതൽ നടക്കുന്ന സപ്താഹയജ്ഞത്തിൽ 7 ദിവസത്തെ യജ്ഞമാണ്. അത് കഴിഞ്ഞിട്ട് 8ാമത്തെ ദിവസം ഭഗവത്ഗീത പാരായണവും പ്രഭാഷണവും ഉണ്ട്. അങ്ങനെ 8 ദിവസത്തെ പരിപാടിയിൽ മുഴുവൻ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ട്രഷറർ PV സന്തോഷ്. വീരാണിമംഗലത്തപ്പൻ നമ്മുടെ എല്ലാവരും സഹായത്തിനുണ്ടാവും, കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും കടമ്പാട്ട് നാരായണൻ, PG രവീന്ദ്രൻ, പ്രസന്നൻ കടമ്പാട്ട്, നാരായണൻ കുട്ടി, വൈശാഖ്, രാജേന്ദ്രൻ ആലയ്ക്കൽ, NR രാംകുമാർ എന്നിവർ പ്രസംഗിച്ചു. ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ശ്രീധര. GST നോട്ടീസുകൾക്കുള്ള മറുപടി, രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, അപ്പീൽ ഫയലിംഗ്,
അക്കൗണ്ടിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രോജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിധിര അക്കൗണ്ട് വടക്കാഞ്ചേരി. ഫോൺ 9447077369. മറ്റൊരു നമ്പർ 9562467999. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ